യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചനവിരുതിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കാട് തെളിച്ചാൽ കായ്ഫലം കൂടും എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. കൃഷിയിടങ്ങളിൽ കാട് തെളിച്ച് കൃഷി ഇറക്കുമ്പോൾ നല്ല കായ്ഫലമുണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും കായ്ഫലമുണ്ടാകാൻ നാം തെളിക്കേണ്ടതായ ചില കാടുകളുണ്ട്. അതൊന്ന് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. ഒരു കൃഷിക്കാരൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം കുറച്ച് നാൾ വിദേശത്തായിരുന്നു, ഗൾഫിലെവിടെയോ. തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പനായിട്ട് വാങ്ങിച്ചു കൂട്ടിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീതമായിട്ടും കുറേ ഏതാനും ഏക്കറുകളുണ്ടായിരുന്നു. അതിങ്ങനെ കാടും പള്ളയും പിടിച്ച് കിടക്കുകയായിരുന്നു. ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ വേറെ വലിയ പണികളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങാനും ഈ കാട് തെളിച്ച് കൃഷി ചെയ്യാനും അദ്ദേഹം തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, തെളിച്ച് എന്നപ്പോൾ അവിടെ ഒരു ചെറിയ മാവ്, ഏതാനും പൂക്കളും ഏതാനും കണ്ണിമാങ്ങായും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഏതായാലും ഇത് കണ്ടപ്പോൾ അതിൻ്റെ ചുറ്റുപാട് ഉണ്ടായിരുന്ന കാടെല്ലാം തെളിച്ചു, അതിൻ്റെ ചുവട് കളച്ചു. അങ്ങനെ ആ ഒരു മാവിന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച കാര്യം അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറയുകയുണ്ടായി. പിറ്റേ വർഷം നിറയെ പൂവും അത് കണ്ണിമാങ്ങായായി ഇഷ്ടം പോലെ മാങ്ങ കിട്ടി. അതും അദ്ദേഹം പറഞ്ഞത് നല്ല രസ്യൻ മാങ്ങ. ഇതെല്ലാം സംഭവിച്ചതിൻ്റെ പിന്നിൽ ആ മനുഷ്യൻ കാട് തെളിച്ചതും ആ മരത്തിൻ്റെ ചുവട് കളച്ച് അതിനെ ഫലപ്രദമാക്കാൻ പരിശ്രമിച്ചതുമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും സംഭവിക്കേണ്ടത്. ഒരുപക്ഷെ ആത്മീയ തലത്തിൽ കായ്ഫലമില്ലാതിരിക്കുന്നതിൻ്റെ കാരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ചില ഈ കാടും പള്ളയുമൊക്കെ കാണും. അത് തിരിച്ചറിഞ്ഞ് അത് തെളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂവണിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഫലം തരാതിരുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. യജമാനൻ പറഞ്ഞു, നാളുകളായിട്ട് ഏതാനും വർഷങ്ങളായിട്ട് ഞാനിതിൽ ഫലം നോക്കുന്നു, ഒന്നും കാണുന്നില്ല. എന്തിനാണ് വെറുതെ ഇത് ഇങ്ങനെ ഇവിടെ നിൽക്കുക? വെട്ടിത്തൂരെ കളയാം. എൻ്റെ ഭൂമിയുടെ ഈ മണ്ണിൻ്റെ വളമെല്ലാം ഇത് വലിച്ചെടുക്കുന്നതല്ലാതെ ഇതൊരു ഫലവും പുറപ്പെടുവിക്കുന്നില്ല. ഇനി കൃഷിക്കാരൻ സർവൻ്റ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യജമാനനെ, ഞാനിതിൻ്റെ ചുവട് കളയ്ക്കാം, വളമിടാം, അങ്ങനെ 1 വർഷം കൂടി നമുക്ക് കാത്തിരിക്കാം. ഫലമുണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ 1 വർഷം കൂടി തരണം. ഇനി അതിന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഇതിന് ശേഷവും ഫലമുണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ഇത്
വലിയൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കൃഷിയിടങ്ങളിൽ ഫലമുണ്ടാകണമെങ്കിൽ നാം എന്തു ചെയ്യണം? അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഫലമുണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നതിന് വലിയൊരു ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ് ഈ വചനഭാഗം. ലൂക്ക 13:6 മുതൽ അതിൻ്റെ 8-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചുവട് കിളയ്ക്കാം, വളമിടാം. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഫലമുണ്ടാകാനും ചുവട് കിളച്ച് വളമിടുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ്. അത് ഏതെല്ലാം വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാമത്തെ വചനമെടുക്കുമ്പോൾ വീണ്ടും അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഫലങ്ങൾ കായ്ക്കുന്നതിനെ അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. വെട്ടിയൊരുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? കൂടുതൽ ഫലങ്ങൾ കായ്ക്കാൻ. ഫലമില്ലാത്തതിനെ വെട്ടിമാറ്റും, ഫലമുള്ളതിനെ വെട്ടിയൊരുക്കും. ഈ വെട്ടിയൊരുക്കൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആധ്യാത്മിക തലത്തിലും കൂടുതൽ ഫലങ്ങൾ കായ്ക്കാൻ അത് നമ്മെ സഹായിക്കും. വെട്ടിയൊരുക്കുന്നത് വേദനാജനകമാണ്. പക്ഷെ ആ വേദന എടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു നേട്ടം കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകാൻ അത് കാരണമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം തന്നെയാണോ? നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, പിന്നെ എൻ്റെ പേര് കേട്ടറിയാൻ മേലെ ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻ്റെ ഡ്രസ്സിങ് കണ്ടാലറിയാൻ മേലെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ പള്ളിയിൽ പോകുന്നതും ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നതും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുന്നതും ഇതെല്ലാം ക്രിസ്ത്യാനിയാണെന്നുള്ളതിൻ്റെ തെളിവല്ലേ? ഇതാണോ യഥാർത്ഥത്തിൽ ഒരാളെ ക്രിസ്ത്യാനിയാക്കുന്നത് എന്ന് വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വചനം നമുക്കൊരു വെല്ലുവിളിയായിട്ട് മാറണം. റോമ 8:9 പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ അതേ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ അതേ ചൈതന്യം ഉള്ളിലുള്ളവർ യേശുക്രിസ്തുവിനുള്ളവരാണ്, അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, യേശുവിൻ്റെ അതേ ആത്മാവ്, യേശുവിൻ്റെ അതേ ചൈതന്യം, യേശുവിൻ്റെ അതേ മനോഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്? ഇല്ല എങ്കിൽ ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർ പറയും. അതിലൂടെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാകുക. അപ്പം അതിന് പരസ്പര സ്നേഹത്തിൽ നമുക്ക് വളരാൻ പറ്റണം. നമുക്ക് പേരും രൂപവുമൊക്കെ ഉള്ളോ, അതോ പരസ്പര സ്നേഹത്തിലൂടെ നമ്മൾ തെളിയിക്കാറുണ്ടോ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ജീവിക്കുന്നത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാണ്, അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അവർ തിരിച്ച് സ്നേഹിക്കുന്നില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും, അവരെന്നെ ദ്രോഹിക്കുന്നെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പറയാൻ പറ്റുന്ന എത്രയോ ക്രിസ്ത്യാനികൾ ഉണ്ടാകും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-35 വചനങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നിറവേറുന്നുവെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് ലൂക്ക 21:34-35 വചനങ്ങൾ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഇവ മൂലം നമ്മുടെ മനസ്സ് ദുർബലമാവും. ആ ഒരവസ്ഥയിൽ കഴിയുന്നവരെ സാത്താൻ കെണിയൊരുക്കി
പിടിച്ചിരിക്കും. ഇനി അങ്ങനെ അവർ അവസാനം നാശത്തിൽ നിവദിക്കുന്ന അവസ്ഥയുണ്ടാവും. ഇത് വരാതിരിക്കാൻ ദൈവം തന്നെ തന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. ഇക്കാര്യം ജീവിതത്തിൽ അനുദിനം നിറവേറ്റുന്നവരാണോ നമ്മൾ? ആണെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് പറയാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കാൻ വകയില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇതിന് നാം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കാട് തെളിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആത്മീയ ജീവിതത്തിൽ കായ്ഫലം കാണാൻ പറ്റണമെങ്കിൽ നമ്മളീ കണ്ട ലൂക്ക 21:34-35 വചനങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിറവേറണമെങ്കിൽ ഒരുപാട് കാട് തെളിച്ച് ആത്മീയ ഫലങ്ങൾ ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഏതാനും കാടുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് വചനദാരിദ്ര്യം. വചനദാരിദ്ര്യമാകുന്ന കാട് തെളിക്കണം. എന്നിട്ട് വചനമാധുര്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കണം. നമ്മൾ കാണുന്നുണ്ട് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തിനും ഏതിനും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം ശരിയായി പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഹൃദയം വചനത്തിൻ്റെ വിളനിലമായി മാറിയാൽ വചനം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഹൃദയത്തിൽ വചനസമൃദ്ധി ഉണ്ടാകണമെന്ന് കൊളോസസ് 3-16 വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അതിനു പകരം വചനദാരിദ്ര്യത്തിൽ നമുക്കറിയാം. ആമോസിൻ്റെ പുസ്തകം 8-11 വചനം അങ്ങനെ ഒരു ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എ ഫാമിൻ, ദാരിദ്ര്യം. അത് ഭക്ഷണവറുതിയോ ദാഹജലം കിട്ടാതെയുള്ള വറുതിയല്ല, വചനദാരിദ്ര്യം. അതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവർ, നമ്മളാരും വചനദാരിദ്ര്യത്തിൽ കഴിയേണ്ട ഒരു കാര്യമില്ല. വചനസമൃദ്ധിയിൽ ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്ന് പ്രയോജനപ്പെടുത്തിയാൽ മതി. വേറെ ഒന്നുമില്ലേലും ഒരു ബൈബിൾ സ്വന്തമാക്കി വളരെ ആത്മാർത്ഥമായിട്ട് അതൊന്ന് വായിക്കാൻ തയ്യാറായാൽ മതി. ധ്യാനാത്മകമായിട്ട് വചനം വായിക്കുമ്പോൾ വചനസമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ധ്യാനാത്മകമല്ലാതെ ബൈബിൾ വായിക്കുന്നത് കൊണ്ട് വലിയ ഫലം ഉണ്ടാകണമെന്നില്ല. ധ്യാനാത്മകമല്ലാതെ ജപമാല പ്രാർത്ഥിക്കുന്നത് വലിയ സൽഫലങ്ങൾ തരണമെന്നില്ല. ധ്യാനാത്മകമല്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരം പോലെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ധ്യാനാത്മകമല്ലാത്ത വചനവായന. നമ്മൾ ധ്യാനാത്മകമായിട്ട് വചനം കേൾക്കാനും വചനം വായിക്കാനും വചനം എടുക്കാനും തയ്യാറാകുമ്പോൾ ഈ ദാരിദ്ര്യം മാറും. വചനസമൃദ്ധി നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നെഹെമ്യായുടെ പുസ്തകം 8 അതിൻ്റെ ആദ്യത്തെ 9 വചനങ്ങൾ എടുത്താൽ 8 വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ശ്രദ്ധാപൂർവം വചനം കേട്ടിരുന്ന ഒരു ജനത. 9 വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, വചനം കേട്ട ജനം അനുതാപം കൊണ്ട് കരഞ്ഞു. ഓക്കെ, ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ നൽകാവുന്ന ചില കാര്യങ്ങൾ അനുതാപം കൊണ്ട് അവർ നിറഞ്ഞു. സുഭാഷിതങ്ങൾ 16:20 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കും. ഉത്കർഷം എന്ന് പറഞ്ഞാൽ അതൊരു അഭിവൃദ്ധിയാണ്. ആത്മീയ തലത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ നമ്മൾ ദൈവവചനം ആദരിക്കുന്നവരായി മാറണം എന്ന് കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യമാണ് അഭിഷേക ദാരിദ്ര്യം. നമുക്ക് അഭിഷേകമുള്ളവരും അഭിഷേകമില്ലാത്തവരുമാകാൻ പറ്റും. അഭിഷേകം ഏറ്റെടുക്കാൻ പറ്റും, അഭിഷേകം നഷ്ടപ്പെടുത്താനും പറ്റും. ഇത് നമ്മൾ കാണുന്നുണ്ട്. 1 സാമുവേൽ 10 അഭിഷേകമേറ്റെടുക്കുന്ന സാവൂൾ. അവൻ്റെ ജീവിതത്തിൽ അഭിഷേകത്തിലൂടെ വന്ന നേട്ടങ്ങൾ വളരെ വലുതായിരുന്നു. അവനൊരു പുതിയ ഹൃദയം, പ്രവചിക്കാൻ വരം, എല്ലാ വിധത്തിലും അവനൊരു പുതിയ സൃഷ്ടിയായി മാറി. 16 വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അഭിഷേകം നഷ്ടപ്പെടുത്തിയ സാവൂളിനെയാണ്. പറയുന്നുണ്ട് അഭിഷേകം ഏറ്റെടുക്കാനും പറ്റും, അഭിഷേകം നഷ്ടമാകാനും സാധ്യതയുണ്ട്. ലഭിച്ച അഭിഷേകം
നഷ്ടമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഉപരി അഭിഷേകം ഉണ്ടാകാൻ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് 2 തീമോത്തി 1-6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ലഭിച്ച ദൈവിക വരം അഭിഷേകം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. പറയുണ്ട്, ഈ അഭിഷേകം, ഉപരി അഭിഷേകം, അത് ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. 2 കൊരിന്തോസ് 5:13 എടുക്കുമ്പോൾ മനോഹരമായ ഒരു കോമ്പിനേഷൻ അവിടെ കാണാൻ പറ്റും. 2 കൊരിന്തോസ് 5:13 പൗലോസ്ലീഹ പറയാണ്, ദൈവത്തെ പ്രതി ഞങ്ങൾ ഉന്മത്തരാണ്, എന്നാൽ നിങ്ങളെ പ്രതി ഞങ്ങൾ സമചിത്തരാണ്. ഉന്മത്തത എന്നാൽ സമചിത്തരായി കഴിയുക. ഇത് മനോഹരമായ ഒരു കോമ്പിനേഷനാണ്. ദൈവിക ജ്ഞാനമുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 3-ാമത്തെ കാര്യമാണ് ജ്ഞാനദാരിദ്ര്യം. നമുക്ക് ദൈവിക ജ്ഞാനമുള്ളവരാകാനും അജ്ഞാനമില്ലാത്തവരാകാനും പറ്റും. നമ്മൾ കാണുന്നുണ്ട്, മറ്റെന്തിനേക്കാൾ സോളമൻ വില കൽപ്പിച്ച ഒരു കാര്യമാണ് ദൈവിക ജ്ഞാനം. എനിക്ക് ജ്ഞാനവും വിവേകവും തരിക, അത് മാത്രം മതി. അതിൻ്റെ ഫലമായിട്ട് മറ്റാർക്കുമില്ലാത്ത അളവിൽ സോളമന് ജ്ഞാനം ലഭിച്ചു. മാത്രമല്ല, അവൻ ചോദിച്ചില്ലെങ്കിലും ഇഷ്ടം പോലെ സമ്പത്തും അവന് കൈവന്നു. പറയുണ്ട്, ജ്ഞാനദാരിദ്ര്യം മാറി ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകമുള്ളവരായിട്ട് നമ്മൾ മാറണം. ഇതാണ് സർവപ്രധാനമെന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 4-7 ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം. 4-ാമത്തെ ഒരു കാര്യമാണ് അജ്ഞത എന്ന കാട് നമ്മൾ തെളിക്കണം എന്നുള്ളത്. ഹോശേയുടെ പുസ്തകം 4-6 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജനം അജ്ഞത മൂലം നശിക്കുന്നു. ഇന്ന് ഒരുപാട് ദൈവമക്കൾ, ക്രിസ്ത്യാനികൾ അവരുടെ അജ്ഞത മൂലമാണ്, അവർക്ക് വിലയില്ല, അവർക്ക് സന്തോഷമില്ല, അവരെ ആരും പരിഗണിക്കുന്നില്ല, ഇങ്ങനെയെല്ലാം പറയാൻ ഇടവരുന്നത്. 1 പത്രോസ് 2:9 പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് വിലയില്ലെന്ന് ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പറയില്ല. ഈ അജ്ഞത മാറി അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറണം. 5-ാമത്തെ കാര്യമാണ് മനുഷ്യപ്രീതി എന്ന കാട് നമ്മൾ തെളിക്കണം. ഇന്ന് ഒത്തിരി വ്യക്തികൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവപ്രീതിക്കായി ജീവിക്കുന്നതിനേക്കാൾ, ദൈവത്തിൻ്റെ സ്വീകാര്യതയ്ക്കായി അധ്വാനിക്കുന്നതിനേക്കാൾ മനുഷ്യപ്രീതി ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഗലാത്യർ 1:10 പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപ്രീതി തേടിപ്പോകുന്നവർക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകരാകാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവർ, നമുക്ക് ആരാധനയിലേക്ക് തിരിയാം. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ട ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊന്ന് നിറവേറി കിട്ടുവാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കി, കാട് തെളിച്ചാൽ കായ്ഫലം കൂട്ടാൻ നമുക്ക് പറ്റും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ആത്മീയ തലത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള കാടും പള്ളയുമാണ് കിടക്കുന്നത്, അവ മനസ്സിലാക്കാൻ നമ്മളൊരു പരിശ്രമം നടത്തി. അതെല്ലാം തെളിച്ചു കഴിഞ്ഞാൽ കായ്ഫലം കൂടുമെന്ന് പറഞ്ഞാൽ ആത്മീയ സമ്പത്ത് നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഈ ആത്മീയ സമ്പത്ത് ഒളിഞ്ഞു കിടക്കുന്നത് യേശുക്രിസ്തുവിലാണ്. നമ്മൾ കാണുന്നുണ്ട്, കൊളോസസ് 2-3 വചനമെടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനിലാണ് ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നിധി ഒളിഞ്ഞു കിടക്കുന്നത്. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഈ ഒരു അനുഗ്രഹം, അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹിച്ച് അവിടുത്തെ നമുക്കൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി.
നമ്മളിന്ന് ഈ ആരാധനയിൽ നമ്മെ സഹായിക്കാൻ എടുക്കുന്ന ഒരു വചനഭാഗം ജെറമ്യ 15:16 വചനമാണ്. ജെറമ്യ 15:16 നമ്മൾ വായിക്കുന്നു, അവിടുത്തെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അതെനിക്ക് ആനന്ദാമൃതമായി. ദൈവത്തിൻ്റെ വചനം കണ്ടെത്തിയപ്പോൾ പ്രവാചകൻ അതെടുത്ത് ഭക്ഷിച്ചു, അതവന് ആനന്ദാമൃതമായി. ആനന്ദം പകരുന്ന അമൃതായിട്ട് ദൈവത്തിൻ്റെ വചനം മാറി. ഈ വചനം മാംസമായവനാണ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത് യേശു ക്രിസ്തു. ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ഇത്രമാത്രം ദൈവം തൻ്റെ ജനത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ഭാഗ്യം ലഭിച്ച മറ്റ് ജനതയില്ലെന്നാണ് ദൈവവചനം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മിലെ വചനദാരിദ്ര്യം കർത്താവ് മാറ്റും. വചനമാധുര്യത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. അഭിഷേകത്തിൻ്റെ കുറവ് കർത്താവ് പരിഹരിക്കും. അപ്പോൾ ആത്മാവിൽ ജ്വലിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവിക ജ്ഞാനത്തിൻ്റെ ദാരിദ്ര്യം കർത്താവ് അകറ്റി ജ്ഞാനമുള്ള ഹൃദയം അവിടെ നമുക്ക് തരും. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് അജ്ഞത അകറ്റി വിജ്ഞാനമുള്ളവരാക്കി, ദൈവിക ജ്ഞാനമുള്ളവരാക്കി മാറ്റണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യപ്രീതി തേടിപ്പോകുന്നവരാണ് നമ്മളെങ്കിൽ അവിടുന്ന് മാറി ദൈവപ്രീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തന്നിഷ്ടം ജീവിച്ചവരാണ് നമ്മളെങ്കിൽ ഇനി ദൈവേഷ്ടം ജീവിക്കുന്നവരായി മാറണം. ഇതുപോലെ ആത്മീയ തലത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ചില കാടും പള്ളയും അതെല്ലാം തെളിച്ചു കഴിഞ്ഞാൽ ആത്മീയ സമ്പത്ത് നമുക്ക് കൈവരിക്കാൻ സാധിക്കും. കർത്താവേ, അതിലേക്ക് അങ്ങ് തന്നെ ഞങ്ങളെ നയിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവിക ചിന്തകളില്ലാതെ അന്ധകാര പ്രവൃത്തികളിൽ മുഴുകി കഴിയുന്ന ധാരാളം വ്യക്തികളുണ്ട്. നമുക്കവരെ ഏതാനും പേരെ ദൈവം നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ആ വ്യക്തികളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരുണ്ട്, നൈരാശ്യം കയറിയിരിക്കുന്നവരുണ്ട്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കാരുണ്യവനായ കർത്താവേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഉള്ളൊരുക്കി അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ കർത്താവേ, ഇവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിപ്പോൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ പ്രത്യേക നിയോഗങ്ങൾ അവിടുന്ന് പരിഗണിച്ച് ഇവർക്ക് ആവശ്യമായതും നന്മയാകുന്നതും നൽകുവാൻ തിരുവുള്ളമാകണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ അധികാരത്തിൽ കീഴുന്നുകൊണ്ട് യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.